എന്തൊരു ബഹുമാനമാണ്. ഒന്നുകൂടി പറയട്ടെ, ആ ഖുർആൻ ഇരിക്കുന്ന വീട്ടിലാണോ അപശബ്ദങ്ങൾ മുഴങ്ങുന്നത്? നഊദു ബില്ലാഹ്. ആ ഖുർആൻ ഇരിക്കുന്ന വീട്ടിലാണോ മ്യൂസിക്കുകൾ മുഴങ്ങുന്നത്? നഊദു ബില്ലാഹ്. വമിനൻ നാസി മൻ യശ്തരി ലഹ്വൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ശിഷ്യന്മാര് ചോദിച്ചില്ലേ, മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചിലരുണ്ട് യശ്തരി ലഹ്വൽ ഹദീസ്, വിനോദ വർത്തമാന ഉപകരണങ്ങൾ അവർ കാശ് കൊടുത്ത് വാങ്ങും. യശ്തരി ലഹ്വൽ ഹദീസ്, വാർത്താ മീഡിയകൾ കാണുന്നതിനും കേൾക്കുന്നതിനുമുള്ള ഉപകരണങ്ങൾ അവർ വാങ്ങും. ലിയുദില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി. ചോദിക്കുന്നു ശിഷ്യന്മാര്, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്താദേ? ഇബ്നു അബ്ബാസ് തങ്ങളെ മറുപടി എത്ര കൃത്യമാണ്. ഖുർആനോത്ത് മുടക്കല. ഉപകരണങ്ങൾ ഖുർആനോത്ത് മുടക്കിയ അത്ര ഖുർആനോത്ത് മുടക്കിയ എന്തെങ്കിലും നമ്മളെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഒന്ന് പറയൂ. ഈ മൊബൈൽ കൊണ്ട് ഖുർആൻ മുടങ്ങിയതുപോലെ, ഖുർആനോത്ത് മുടങ്ങിയതുപോലെ വേറെ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഖുർആനോത്ത് മുടങ്ങിയിട്ടുണ്ടോ? രാവിലെ നിൽക്കുമ്പോഴേക്ക് റുക്കൂയിലും സുജൂദിലുമായി അതിനങ്ങിരിക്കുന്ന മനുഷ്യൻ 10 മണിയായാലും അവന് പ്രശ്നമില്ല, 12 മണിയായാലും പ്രശ്നമില്ല. അവനവന്റെ ശ്രവണപുടങ്ങളിലേക്ക് ഉപകരണങ്ങൾ കുത്തിത്തിരികയിട്ട് 24 മണിക്കൂറും സംഗീതങ്ങളുടെ വിളയാട്ടവുമായി നടന്നാൽ, കോമഡികളുടെ അഭിരുചിമയുമായി നടന്നാൽ, സിനിമയുടെയും നാടകങ്ങളുടെയും കൂത്തരങ്ങുമായി നടന്നാൽ, ഒരു മടുപ്പുമില്ലാത്ത മനുഷ്യന് മുടങ്ങിപ്പോയതെന്താ? അള്ളാന്റെ ഖുർആനോത്ത് തന്നെ. എന്റെ ഭാഷയല്ല ഞാൻ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് ശിഷ്യന്മാര് ചോദിച്ചതാണ്, വിനോദ വാർത്താ ഉപകരണങ്ങൾ വാങ്ങുമ്പോ അള്ളാന്റെ മാർഗത്തിൽ നിന്ന് മറ്റുള്ളവരെ തെറ്റിക്കുക എന്ന് പറഞ്ഞല്ല, എന്താണ്? അന്ന് വരെ വീട്ടിൽ ഖുർആനോതിയിരുന്ന ഉമ്മമാര് ഖുർആനോത്തി എത്ര നിർത്തിപ്പോയി, എത്ര നിർത്തിപ്പോയി. പ്രായമുള്ളവരുടെ കയ്യിൽ ഒരു പക്ഷേ ഉപകരണങ്ങൾ വരുന്നതിന്റെ മുമ്പ് 1 മാസം ഒരു ഖത്മ് തീർത്തിരുന്നത് ഉപകരണങ്ങൾ വന്നപ്പോൾ ഒരു ജുസ് പോലും ആകാതെ വന്നുപോയി.